ശ്രദ്ധിക്കുക എല്ലാവരും. ഇന്ന് ഞാൻ നിങ്ങളെ വേറൊരു കരൗസൽ ആഡിനെ കുറിച്ചിട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതെല്ലാവരും ശ്രദ്ധിച്ചാലേ കിട്ടൂ. ഷഹ്മ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തേ. എടുത്താ? ഇനി ഒരു അൺലോക്ക് യുവർ ട്രൂ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ എടുത്തേ. ഏതെങ്കിലും ഒരു ക്യാമ്പയിൻ ഓപ്പൺ ചെയ്യില്ലേ? ഓപ്പൺ ചെയ്തോ. വീണ്ടും അത് ഓപ്പൺ ചെയ്തേ. അത് ആഡ് പേജ് ആണോ? എഡിറ്റുമ്പോ ക്ലിക്ക് എഡിറ്റ്. ഓക്കെ, എഡിറ്റുമ്പോ ക്ലിക്ക്. ഇനി എല്ലാവരും ശ്രദ്ധിക്കട്ടെ, കുറച്ച് പ്രധാനപ്പെട്ടതാണ്, നല്ല എളുപ്പമാണ്. ഒന്ന് റൈറ്റ് സൈഡ് താഴേക്ക് താത്ത. ഒരുപാട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, വെരി ഗുഡ്. ശ്രുതി എക്സ്പെർട്ട് ആയിന്നോണോ? കേക്കല്ലേ? ശ്രുതി അത്യാവശ്യം ഒരു ഐഡിയ ആയത്? ഓ സൂപ്പർ. കാണുമെങ്കിൽ മനസ്സിലാവുണ്ട്. വെരി ഗുഡ്. താഴേക്ക് താത്ത. സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നു. സോറി, ഷഹ്മ അത്യാവശ്യം ചെയ്തിട്ടുണ്ടല്ലോ. ഐഡിയ ആയോ? ഗുഡ്, മതി. ഇനി നിങ്ങൾ ഇപ്പൊ മതി, വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഇപ്പൊ ഇട്ടിരിക്കുന്നത് സിംഗിൾ ഇമേജാ. നിങ്ങൾ പലയിടത്തും കണ്ടിട്ടും കരൗസൽ എന്ന് പറഞ്ഞ സാധനം, അതായത് ഇങ്ങനെ മൾട്ടിപ്പിൾ ഇമേജസ് ഇടാം. അതെങ്ങനെയാന്നുള്ളതാണ് അവിടെ കരൗസൽ എന്നുണ്ട്. കരൗസൽ അത് സെലക്ട് ചെയ്യുക. കരൗസൽ ഉണ്ടോ? ഇനി ഇത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. ബൈ റൈറ്റ് സൈഡ് താഴേക്ക് താത്തിക്കോ. ഒന്നും കൂടി താഴേക്ക് താത്തി. ഒരുപാട് ഫോംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. താത്തിക്കോ. മതി, വെയിറ്റ് ചെയ്യാ. അവിടെ വെയിറ്റ് ചെയ്യും. അവിടെ കരൗസൽ കാർഡ്സ് എന്നുണ്ടോ? ഞാൻ പറയുമ്പോ മൗസ് അതിന്റെ മോളോടേക്ക് കൊണ്ടാ തന്നെ. വെരി ഗുഡ്. കരൗസൽ കാർഡ്സ് നമുക്ക് അപ് ടു 10 കാർഡ്സ് വരെ എൻട്രി ചെയ്യാം. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ അവരെ ക്ലിയർ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. അവിടെ ആഡ് കാർഡ്സ് ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത്. ആഡ് ഇമേജ് കാർഡ്സ് ക്ലിക്ക് ചെയ്യും. ഓക്കെ, നിങ്ങൾ ആദ്യത്തെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്ത്. വെരി ഗുഡ്. അല്ല, ഇനി വേറെ ഒരു ഫോട്ടോ കൂടി സെലക്ട് ചെയ്തേ. വേറെ കൂടി സെലക്ട് ചെയ്തേ. അത് സെലക്ട് അവിടെ തന്നെ മൂന്നാമത് സെലക്ട് ചെയ്യും. അത് സെലക്ട് ചെയ്യും. മതി, കണ്ടിന്യൂ അടിക്കുക. നിങ്ങൾക്ക് ആ വ്യത്യാസം കാണിച്ചു തരാം. കണ്ടോ? പ്രിവ്യൂല് കണ്ടോ? ഒന്ന് റൈറ്റ് സൈഡ് താഴേക്ക് താത്തിയേ. കണ്ടോ? ഞാൻ ആരോമ കണ്ടോ? നമ്മൾ ക്ലിക്ക് ചെയ്തേ. ആ ഇമേജിന്റെ അപ്പുറം ഒരു ആരോ ഉണ്ടോ? ആ പെൺകൊച്ചിന്റെ അപ്പുറം. അവിടെയല്ല. ആ പെൺകൊച്ചിന്റെ മുകളോട്ടേക്ക് കൊണ്ടുവന്നേ. അവിടെയല്ല, ഞാൻ പറയാം. അത് ക്ലിക്ക് ചെയ്യാ. കണ്ടോ? വീണ്ടും ക്ലിക്ക് ചെയ്തേ. ഇതിനെയാണ് ഇത് ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്തേ. ലെഫ്റ്റിൽ ഒരു ഇമേജ് ഉണ്ടോ? അവിടെ തന്നെ ലെഫ്റ്റിൽ ഇമേജ് ആരോ ഉണ്ടോ? അത് ക്ലിക്ക് ചെയ്യും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? കരൗസൽ ആഡ്. എല്ലാവർക്കും മനസ്സിലായോ? ഇല്ല. റിപ്ലൈ ഒന്ന് റെസ്പോണ്ട് ചെയ്യ് പ്ലീസ്. മനസ്സിലായി സാർ. നിങ്ങൾക്ക് ആർക്കും ചെവിയൊന്നും കേൾക്കണില്ലേ? ഞാൻ മനസ്സിലായോന്ന് ചോദിക്കുന്നത് ഞാൻ ആരോടെ ചോദിക്കണത്? നിങ്ങളോടാണ്.
അപ്പൊ നിങ്ങൾ ചെവി ഇല്ലാത്തവര് പറയാ എനിക്ക് ചെവി കേൾക്കണമെന്ന് പറയാം, അല്ലെങ്കിൽ ചെവി ഉള്ളവർ ഉത്തരം പറയാം അതിന്. ഇനി ഓക്കെ ഞാൻ സാർ. ചോദിക്കില്ല കേട്ടോ, ഇനി ഞാൻ പറഞ്ഞു പോകും. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോ എന്റെ ചെവി കേൾക്കാണ്ടാവും. നിങ്ങൾ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു എനിക്ക് കേൾക്കണില്ല എന്ന് പറയേ. ഓക്കെ. ഓക്കെ സാർ. ഇനി ഇതിനെയാണ് പറയണ കറൗസൽ കാർഡ്സ്. ഓരോ കാർഡ്സിനും ഓരോ ഇമേജിനും നമുക്ക് ഹെഡ്ലൈനും കൊടുക്കാം, ഡിസ്ക്രിപ്ഷനും കൊടുക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. അപ്പൊ എന്റെ ഫസ്റ്റ് ബാനർ ഓൺലൈൻ ക്ലാസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ അതിന്റെ ഹെഡ്ലൈൻ കൊടുക്കുക, ഓൺലൈൻ ക്ലാസ്, ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ആ ഹെഡ്ലൈൻ കൊടുക്കുക. അവിടെ ഹെഡ്ലൈൻ കണ്ടോ? അതിന്റെ അവിടെ ടൈപ്പ് ചെയ്യുക ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ഇത് നിങ്ങൾ ചെയ്താലേ കിട്ടും. ഇനി അതിന് വേണമെങ്കിൽ എന്റെ എഴുതിക്കോ, ഡ്യൂറേഷൻ 4 months. ഡിസ്ക്രിപ്ഷനിൽ എഴുതാം ഡ്യൂറേഷൻ 4 months. കണ്ടോ? നിങ്ങൾ ആ ബാനറിന്റെ റൈറ്റ് സൈഡിൽ നോക്കി, ആ ബാനറിന് കണ്ട ബാനറിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നുണ്ട് ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ കണ്ടോ? അങ്ങനെ മൗസ് കാണിക്കുക. അപ്പൊ ആ ബാനറും എന്തായിരിക്കണം? ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ബാനർ ആയിരിക്കണം. അതാണ് ഓരോ ബാനറിനും ഓരോ കാർഡ്സിനും നമുക്ക് ടൈറ്റ് ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും കൊടുക്കാം. ഇനി അടുത്ത കാർഡിന് കൊടുക്കണമെങ്കിൽ താഴേക്ക് താത്തിയേ, റൈറ്റ് സൈഡ് താഴേക്ക് താത്തിയേ, ഏറ്ററ്റത്തെ സ്ക്രോൾ ബാർ താഴേക്ക് താത്താം. റൈറ്റ് സൈഡിൽ പയ്യെ താത്താം. അടുത്ത ബാനർ അവിടെ കണ്ടു, കാർഡ്സ് കണ്ടോ? ആ കാർഡ്സിന്റെ പെന്നുമ ക്ലിക്ക് ചെയ്യാ. അപ്പൊ താഴേക്ക് താഴും. കണ്ടോ? ഇനി അതിന് ഹെഡ്ലൈൻ കൊടുക്കാം. നിങ്ങൾ വേണമെങ്കിൽ കൊടുത്തോളൂ ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ക്ലിയർ ആയോ? ഇനി അതിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ഡ്യൂറേഷൻ 4 months. ഓക്കെ. ഇനി അടുത്തതിന് കൊടുക്കണേ വീണ്ടും അടുത്ത കാർഡിന്റെ പെന്നുമ ക്ലിക്ക് ചെയ്യാ. ക്ലിയർ? ഇനി അടുത്ത് വേണമെങ്കിൽ കൊടുത്തോളൂ ഇൻഡിവിജ്വൽ ട്രെയിനിങ്. നമ്മൾ കൊടുക്കുക 1-to-1 ട്രെയിനിങ് വിൽ ബി പ്രൊവൈഡഡ്. ക്ലിയർ ആയോ? ഇനി ആ ബാനർ കണ്ടോ? ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബാനർ ആയിട്ട് അടുത്ത ബാനറിന്റെ ആരോ ഉണ്ടല്ലോ, നമ്മൾ ക്ലിക്ക് ചെയ്തേ. അവിടെ തന്നെ മേഡം, പെൺകൊച്ചിന്റെ തൊട്ടപ്പുറം. അവിടെ അല്ല, അവിടെ ക്ലിക്ക് ചെയ്യാ. അവിടെ ക്ലിക്ക് ചെയ്തോ, പൊട്ടിത്തെറിക്കില്ല. അവിടെ കണ്ടോ ഓഫ്ലൈൻ. മതി, ഒറ്റ ക്ലിക്ക് മതി. ഇൻഡിവിജ്വൽ ട്രെയിനിങ്. ക്ലിയർ ആയോ? ഇതിനാണ് പറയുന്നത് കറൗസൽ ആഡ്സ്. പബ്ലിഷ് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാ. ഇത് ലെഫ്റ്റിൽ ടോപ്പിൽ ക്ലോസ് ചെയ്യാ. എല്ലാവർക്കും മനസ്സിലായോ എന്താണ് കറൗസൽ ആഡ്സ്? മനസ്സിലായി സാർ. ക്ലിയർ ആയല്ലോ? ഇങ്ങനത്തെ ആഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട് സാർ. മനസ്സിലായി എങ്ങനെ ചെയ്യണമെന്ന്? ഇത് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായി പഠിക്കണം. നിങ്ങളുടെ പ്രൊഡക്റ്റിന് 10 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊറ്റ ഇങ്ങനെ ഓരോന്നിനും ഓരോ എക്സ്ക്ലൂസീവ് ബാനറുകൾ കൊടുത്ത് ചെയ്യാം. ഐഡിയ കിട്ടിയത് വളരെ യൂസ്ഫുൾ ആണത്. ഞാൻ ചെയ്യാറുണ്ട്, ഭയങ്കര സക്സസ്ഫുൾ ആണ്. ഇപ്പൊ ഞാൻ ആദ്യം ഓഫ്ലൈൻ ഉണ്ടാവും, ഓൺലൈൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോന്നിനും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹോട്ടലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബിരിയാണിക്ക് വേണ്ടി പറഞ്ഞ് ഉണ്ടാക്കാം. അതേപോലെ ചിക്കൻ ബിരിയാണിക്ക്, വെജ് ബിരിയാണിക്ക്, മട്ടൺ ബിരിയാണിക്ക്. അപ്പൊ ഓരോന്നിനും ഓരോ ബാനർ. അത് നിങ്ങളെ പ്രൊജക്ട് പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. ഇതിനാണ് കറൗസൽ ആഡ് എന്ന് പറയാം. ക്ലിയർ?
Clear, sir. ഇനി നമുക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, നമുക്ക് എൻക്വയറി ഫോം വഴി എൻക്വയറി ക്രിയേറ്റ് ചെയ്യാം. ഈ ക്രിയേറ്റ് ചെയ്ത് തരുന്ന എൻക്വയറിനെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. ക്ലിയർ? ഇത് എൻ്റെ ഒരു ക്ലയന്റ് ആണ്, ദുർഗാ സമൃദ്ധി എന്ന് പറഞ്ഞ ഒരു ബിൽഡറാണ്. ഒരു ബിൽഡറാണ്, ബാംഗ്ലൂർ ബേസ്ഡ്. ഞാൻ അവർക്ക് ഈ ലീഡ് ജനറേഷൻ ചെയ്തു. അപ്പൊ ഇന്ന് എത്ര എൻക്വയറി വന്നിട്ടുണ്ട്? 2 ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം എത്ര എണ്ണം വന്നിട്ടുണ്ടെന്നുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇങ്ങനെ ആർക്കെയും നമുക്ക് എത്ര എൻക്വയറി വന്നു അറിയണ്ടേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അത് ക്ലിയർ ആണോ? അതെ. ഇനി ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ്. ആദ്യം തന്നെ ഈ ദുർഗാ സമൃദ്ധിമ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ? അത് കഴിഞ്ഞിട്ട് ന്യൂ ലീഡ് സെറ്റുമ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് പേജിന്റെ അവിടെ വരും. ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എക്സൽ ഷീറ്റിലേക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അവിടെ ഡൗൺലോഡ് ആയി. കണ്ട? ഓപ്പൺ ചെയ്യാം. കണ്ട? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എനിക്കിത് കാണാൻ, കണ്ട? ഡേറ്റ കണ്ടോ? ഇത് കണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണോ? ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണെങ്കിൽ ഇവിടെ ഇൻസ്റ്റാഗ്രാം എന്ന് കാണിക്കും. ഫേസ്ബുക്കിൽ നിന്നാണെങ്കിൽ ഫേസ്ബുക്ക്. ഞാൻ എൻ്റെ എഴുതിയിരിക്കുന്ന ഡീറ്റെയിൽസ്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. ഫോൺ നമ്പർ തരാൻ പറഞ്ഞു, ഫുൾ നെയിം തരാൻ പറഞ്ഞു, ഇമെയിൽ ഉണ്ട്, ജോബ് സ്റ്റേറ്റസ് ഉണ്ട്, ജോബ് ടൈറ്റിൽ. നമ്മൾ എന്ത് ഫീൽഡാണ് കൊടുക്കുന്ന ഡേറ്റ ഇവിടെ നമുക്ക് കളക്ട് ചെയ്യും. ഫോൺ നമ്പർ നമുക്ക് എടുക്കാം, പാർട്ടീനെ വിളിക്കാം. ക്ലിയർ ആയോ? ഇല്ല. Clear, sir. എങ്ങനെയാണ് എൻക്വയറി ജനറേറ്റ് ചെയ്യണു, എങ്ങനെയാണ് എൻക്വയറിനെ ഡൗൺലോഡ് ചെയ്യണത്തോളൂ. അതിനാണ് ഫോംസ് എന്ന് പറഞ്ഞ ലീഡ് ജനറേഷൻ. എന്താണ് കരൗസൽ ആഡ്? ക്ലിയർ ആയോ? Clear, sir. വെരി ഗുഡ്. ഇനി ഒന്നും കൂടി ഷഹ്മ സ്ക്രീൻ ഷെയർ ചെയ്തേ. Okay, sir. ഇനി ഞാൻ ചെയ്തുതരാം. അടുത്ത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, എന്നാലാണ് കിട്ടും. ഞാൻ കുറച്ച് റിയൽ ഡേറ്റകളെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം റീച്ച് ഇംപ്രഷൻ. കണ്ടോ? ശ്രദ്ധിക്കാം. ഇത് റിയൽ ഡേറ്റയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി റിസൾട്ട് 2 ലീഡ്. ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് 2 എൻക്വയറി വന്നിട്ടുണ്ട്. എത്ര റീച്ച് ഉണ്ട്? 529 റീച്ച് ഉണ്ട്, 799 ഇംപ്രഷൻ ഉണ്ട്. ഇവിടെ ഒരു എൻക്വയറിക്ക് എത്ര കാശായി? കോസ്റ്റ് പെർ റിസൾട്ട് ഒരു എൻക്വയറിക്ക് എത്രയായി? 227.80. ഒരു എൻക്വയറിക്ക് കോസ്റ്റ് വന്നു. എന്താണ് റീച്ചും ഇംപ്രഷനും? റീച്ച് എന്ന് പറഞ്ഞാൽ 529 യുണിക് ആൾക്കാർ നമ്മുടെ ആഡ് കണ്ടു, അതാണ് റീച്ച്. ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ ചിലപ്പോൾ നമ്മുടെ ആഡ് 2 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും, അതാണ് ഇംപ്രഷൻ. എപ്പോഴും ഇംപ്രഷൻ റീച്ചിനേക്കാളും കൂടുതലായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ?
മനസ്സിലായി. ഇല്ല സർ. ആർക്കാ മനസ്സിലാവാത്ത? എനിക്ക് ഷഹമ. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. റീച്ച് എന്ന് പറയാൻ എത്രയാണ് ഇവിടെ റീച്ച് കാണിച്ചിരിക്കണേ? എത്ര പേരാ? 529. നമ്മളിവിടെ 5 പേരുണ്ടെന്ന് വിചാരിക്കുക. നമ്മളെ ഒരു ആഡ് 5 പേര്, 5 യൂണിക് ആൾക്കാരാണ്. അപ്പൊ റീച്ച് എന്ന് പറയുന്നത് 5 പേര് കണ്ടു, 5 യൂണിക് ആൾക്കാർ കണ്ടു. ക്ലിയർ? ഇംപ്രഷൻ എന്ന് പറയുന്നത് ഒരു ആഡ് തന്നെ, ചിലപ്പോൾ ഒരു സെയിം ആഡ് ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവാം, ഷഹ്മ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവാം, ഇവിടെ ഇരിക്കുന്ന 5 പേരും 2 പ്രാവശ്യം കണ്ടു. അപ്പൊ നമുക്ക് ഇംപ്രഷൻ 10 ഇംപ്രഷൻ ജനറേറ്റ് ആയി എന്നാണ് അർത്ഥം. ക്ലിയർ ആയോ? Yes, yes. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഞാൻ വേണേ ഒന്ന് എഴുതി കാണിച്ചു തരാം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാവരും ഒരിക്കലും തെറ്റിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത്. റീച്ച് ആൻഡ് ഇംപ്രഷൻ. ഒന്ന് എല്ലാവരും ഒന്ന് എഴുതിയെടുക്കണേ, എഴുതിയെടുത്തോളൂ കറക്റ്റ് ടേം. ഇന്ന് എഴുതിയെടുത്തോളൂ. Reach is the number of people who saw any content from your page or about page. This metric is estimated under. Impression are the number of times any content from your page or about page entered a person's screen. Clear or no? On the edit, please. എഴുതിയെടുത്താ? Yes, sir. ക്ലാരിറ്റി ആയോ? Yes, yes. ഗുഡ്. എന്താണ് റീച്ച്, എന്താണ് ഇംപ്രഷൻ, എന്താണ് കോസ്റ്റ് പെർ റിസൾട്ട്, എന്താണ് ടോട്ടൽ എൻക്വയറി? ഇങ്ങനെ നിങ്ങൾ ക്യാമ്പയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിനാണ് പറയുന്നത് പലതരം ഇൻസൈറ്റുകളാണ്, മെട്രിക്സ് ആണ്. ഓക്കെ, ഒന്നും കൂടി ഷെയർ സ്ക്രീൻ ഷെയർ ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കരൗസിലായിട്ട് ചെയ്യിപ്പിക്കാം. അതുപോലെ ഫാത്തിമ പേജിലിട്ടുന്ന കണ്ടന്റിന്റെ ഒക്കെ ഒരു എറർ ഉണ്ട്. എറർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ എല്ലാം ഇങ്ങനെ കാൽക്കുലേറ്റർ എഴുതരുത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ചാറ്റ് GPT ഉപയോഗിക്കാൻ. നിങ്ങളൊക്കെ വെറുതെ കുറെ ആഡ് ഇങ്ങനെ കുത്തി കുത്തി എഴുതരുത്. അത് ചാറ്റ് GPT നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. അങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ആഡ് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ ആരും എഫർട്ട് ഇടുന്നില്ല, വെറുതെ ക്ലിക്ക് ചെയ്ത് പോവാണ്. ഇങ്ങനെയല്ല ചെയ്യണ്ടേ. ഫാത്തിമയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി. ഞാൻ എങ്ങനെയാ ചാറ്റ് GPT നിങ്ങളെ കാണിച്ചു തന്നെ? എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങൾ അതിൽ കുറച്ച് എഫർട്ട് ഇടാം. നിങ്ങളുടെ കമ്പനി എഴുതാ, പേര് എഴുതാ, അങ്ങനെയൊക്കെ എഴുതി. അല്ലാണ്ട് എല്ലാം കാൽക്കുലേറ്റർ ഇങ്ങനെ നിറച്ച് എഴുതും ആരെങ്കിലും സെന്റൻസ്. നിങ്ങളത് ഇവിടെ കറക്റ്റ് ചെയ്യുക. നിങ്ങൾ കുറെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് കുറെ ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾ ഡെവലപ്പ് ആവൂ. ഇപ്പൊ ഞാൻ നേരത്തെ ആളെ ഷഹ്മയുടെ ക്യാമ്പ് ആൾ കുറെ മനോഹരമായ ഇമേജസ് കിട്ടും. നിങ്ങൾ പ്രൊഫഷണലി ഇപ്പൊ തന്നെ ചെയ്യാം. കറക്റ്റ് കണ്ടന്റുകൾ എഴുതുക, പ്രൊജക്റ്റിനെ കുറിച്ച് പഠിക്കുക. അങ്ങനെയാണ് നിങ്ങൾ, അങ്ങനെയാണ്. അല്ലാണ്ട് പിന്നെ വേറെ ഒരു മാജിക് ഒന്നും ഇല്ലത്. ഓക്കെ, അടുത്തത് ഒരു ന്യൂ ക്യാമ്പയിൻ എടുത്തേ. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ അടുത്ത് പറയുന്നത് ശ്രദ്ധിക്കുക. അതന്നെ ശ്രദ്ധിക്കുക. നമ്മുടെ അവിടെ ബൈയിങ് ടൈപ്പ് ഉണ്ടോ? തൊട്ട് മുകളിൽ ചൂസ് എ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവിന്റെ മുകളിൽ ബൈയിങ് ടൈപ്പ് ഉണ്ട്. അവിടെ ഓപ്ഷനും ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് റിസർവേഷനും ഉണ്ട്. ഓപ്ഷനും ഉണ്ട്, റിസർവേഷനും ഉണ്ട്.
ഓപ്ഷനിലാണ് നമുക്ക് ഇത്തരം കാണിക്കുന്നത്. റിസർവേഷൻ ക്ലിക്ക് ചെയ്തേ. അപ്പോൾ അവിടെ അവയർനെസ്സും എൻഗേജ്മെന്റും മാത്രമേ വരൂ. എന്നോട് അന്ന് മറ്റേ ക്ലാസ്സിലെ മറ്റു കുട്ടി ചോദിച്ചൊരു ഡൗട്ടായിരുന്നു അത്. ആളുടെ പേര് ഞാൻ മറന്നു. സുൽഫി ചോദിച്ചതാ. കുഴപ്പമില്ല, ഇപ്പൊ ഈ റെക്കോർഡ് ക്ലാസ് കിട്ടുമ്പോൾ ആൾക്ക് കിട്ടിക്കോളും. ഓപ്ഷനും റിസർവേഷനും. റിസർവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തരം രൂപ മുടക്കിയാൽ ഇത്തരം റീച്ച് കിട്ടുമെന്നുള്ള ഗ്യാരണ്ടി പറയും. ആ അവയർനെസ് സെലക്ട് ചെയ്തേ, കണ്ടിന്യൂ അടിച്ച്. താഴേക്ക് വന്ന് നെക്സ്റ്റ് അടിച്ച്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. സ്ക്രീനിന്റെ റൈറ്റ്സിൽ കണ്ടോ റിസർവേഷൻ എസ്റ്റിമേറ്റ്സ് കണ്ടോ? അവിടേക്ക് മൗസ് പോരട്ടെ. ഞാൻ പറയുമ്പോൾ നിങ്ങൾ മൗസ് അങ്ങോട്ട് കൊണ്ടുവരാ. അതുപോലെ നിങ്ങൾ അവിടെ അപ്പം നിങ്ങൾ അതിൽ ഇൻവോൾവ് ആണ്. ആ മൗസ് വരുമ്പോൾ ബാക്കി കാണുന്നവർക്കും അത് കാണാൻ അറിയാൻ പറ്റും ഇവിടെയാണ് ഞാൻ ഉദ്ദേശിക്കണേ. അത് നിങ്ങൾ ചെയ്യുക, അതിൽ ഇൻവോൾവ് ചെയ്യുക, എന്നാലും നിങ്ങൾക്ക് കിട്ടൂ. ഇങ്ങനെയൊന്നും ലോകത്ത് ആരും പഠിപ്പിക്കണില്ല. ഞാൻ ജെനുവിനില്ലേ പറയണേ. ഇത് സ്പൂൺ ഫീഡിങ്ങിന്റെ വേറെ ലെവലാണത്. നിങ്ങളെ സ്ക്രീൻ എടുത്ത് നിങ്ങളെ തൊട്ട് കാണിച്ചു തരണത് ഇവിടെയാണ്, ഇങ്ങനെയാണ്. അതുപോലും നിങ്ങൾ എന്നിട്ട് ഇൻവോൾവ് ആവണില്ല. റിസർവേഷൻ എനിക്ക് സ്ക്രീൻ ഞാനിത് കാണിച്ചങ്ങോട്ട് പോവാം. ഞാൻ പോകുമ്പോൾ ഞാൻ തന്നെ ഒന്നും കൂടി എക്സ്പെർട്ട് ആവണം. നിങ്ങളെല്ലാം പറയും ഒരാളെ ചെയ്യുമ്പോൾ അവരെയും കുറച്ച് കിട്ടാണ് നിങ്ങൾ. ഓക്കെ, റിസർവേഷൻ എസ്റ്റിമേറ്റ്സ്. ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയാണ്, നിങ്ങളുടെ അപ്രോച്ച് മാറ്റണം. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഞാൻ നിങ്ങളെ ഒരു 5 കാര്യം കാണിച്ചു, ബാക്കി നിങ്ങൾ 2 കാര്യം നിങ്ങൾ അതിൽ കുത്തിയിരുന്ന് ചെയ്യുക. അല്ലാണ്ട് ആരും മോളിൽ നിന്ന് വന്ന് നിങ്ങളെ എക്സ്പെർട്ട് ആക്കൂല. നിങ്ങളാണ് എക്സ്പെർട്ട് ആക്കേണ്ടത്. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് നിന്ന് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസിന് എക്സ്പെർട്ട് ആവണ്ടേ. നിങ്ങളെ ഞാൻ ഗൈഡ് ചെയ്യാൻ പറ്റും, എററുകൾ കറക്റ്റ് ചെയ്യാൻ പറ്റും, ബാക്കി നിങ്ങളാണ് ചെയ്യേണ്ടത്. റിസർവേഷൻ എസ്റ്റിമേറ്റ്സ്. ഇപ്പോ അവിടെ ബഡ്ജറ്റ് അവിടെ കൊടുത്തിരിക്കുകയാണ് 3,53,000 രൂപ കൊടുത്തു. എത്രയാണ് അവിടെ റീച്ച് പറഞ്ഞിരിക്കുന്നത്? 4,45,84,000 ഇത്തരം റീച്ച് കിട്ടും. ഇത് ഗ്യാരണ്ടി ആണ്. ആ ബഡ്ജറ്റ് നിങ്ങൾ വെറുതെ 10,000 രൂപ കൊടുത്തേ. അപ്പൊ നിങ്ങൾ അതിന് വ്യത്യാസം കാണിച്ചു തരാം. ആ ബഡ്ജറ്റിന്റെ അവിടെ 10,000 കൊടുത്തേ. അപ്പുറത്തെ കോളത്തിൽ ക്ലിക്ക് ചെയ്യും മാഡം. അവിടെ ക്ലിക്ക് ചെയ്ത് 10,000 ആക്കുക. അപ്പൊ അവിടെ ഒരു വ്യത്യാസം കാണിച്ചിട്ട് മിനിമം ഇത്ര വേണം എന്ന് പറയും. ഞാൻ അതിന്റെ പുറത്തുനിന്ന് ക്ലിക്ക് ചെയ്യും, വെറുതെ പുറത്തേക്ക് ക്ലിക്ക് ചെയ്യും. അവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ട അവിടെ തൊട്ട് താഴെ ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. എത്രയാ? യുവർ ബഡ്ജറ്റ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 15,380. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? ഒരു 16,000 കൊടുത്തേ. 16,000 കൊടുക്കുക. അവിടെ ഇപ്പൊ എത്ര? 16,000 രൂപ മുടക്കിയാൽ എത്ര റീച്ച് കിട്ടും? 2 lakh. 2 lakh റീച്ച്. അത് ക്ലിയർ ആയോ? ഒരാള് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ഞാനൊരു പുതിയ പ്രൊജക്ട് ഇറക്കി, എനിക്ക് ഒരു 10 ലക്ഷം റീച്ച് ഗ്യാരണ്ടി ആയിട്ട് തരാൻ പറ്റുമോ? അതിന് എത്ര രൂപയാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ബഡ്ജറ്റിന്റെ അവിടെ ക്ലിക്ക് ചെയ്തേ. ബഡ്ജറ്റുമ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ബഡ്ജറ്റുമ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് അവിടെ റീച്ചുമ ക്ലിക്ക് ചെയ്തേ. നിങ്ങൾ അവിടെ വന്നിട്ട് 10 ലക്ഷം എന്ന് കൊടുത്തേ. റീച്ചിന്റെ അവിടെ 10 ലക്ഷം കൊടുക്കുക. വെരി ഗുഡ്. 10 ലക്ഷം റീച്ച് കിട്ടണമെങ്കിൽ എത്ര രൂപ സ്പെൻഡ് ചെയ്യണം? 6,000. 76,000 മുടക്കിയാൽ 10 ലക്ഷം റീച്ച് കിട്ടുമെന്ന് അവിടെ ഗ്യാരണ്ടി പറഞ്ഞേക്കാണ്. ഐഡിയ കിട്ടിയോ? ഇല്ല. കിട്ടി സർ. നമുക്ക് എത്ര ബഡ്ജറ്റ് എത്ര വേണമെങ്കിലും ഇടാമോ? 100%. എന്ത് ചോദ്യം ചോദിക്കണം? അവിടെ ഇടാലോ, അതിൽ കാണിച്ചേക്കാലേ. മിനിമം പറഞ്ഞിട്ടുണ്ട് അവര്. അതാണ് മാക്സിമം ഇല്ല, എത്ര വേണമെങ്കിലും ഇടാം. മാക്സിമം എന്ന് പറഞ്ഞാൽ 10,000 കോടി കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പോപ്പുലേഷൻ ഉണ്ടോ? ഇല്ല.
അത് മാക്സിമം എത്രയാണ് റീച്ച് കിട്ടുന്നത് അത്രയും കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ മാക്സിമം ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവണം. നിങ്ങൾ 500 കോടി റീച്ചിലേക്ക് എത്തിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സർ അതിന് അതിന് ലിമിറ്റ് ഉണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതില്ല. അത് നിങ്ങൾക്ക് എത്ര ഇങ്ങനെ ചെയ്തു പോവാ. ഫേസ്ബുക്കിൽ എത്ര കാണിക്കാൻ പറ്റും അത്ര കാണിക്കാം. അതിന് ഡെഫിനറ്റ്ലി ലിമിറ്റ് ഉണ്ടല്ലോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇത്രയും പറ്റില്ലല്ലോ. ഫേസ്ബുക്കിൽ എത്ര യൂസർ ഉണ്ട് അത്രയും വരെ. ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. അവിടെ CPM എന്നുണ്ട്. CPM ഫുൾ ഫോം അറിയാമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ്. അതല്ല. CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻ എന്നാണ്. കോസ്റ്റ് പെർ വേറൊരു പ്ലസ് അടിച്ച് മുകളിൽ വേറൊരു പ്ലസ് എടുത്ത് അവിടെ സെർച്ച് ചെയ്ത് CPM ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെർച്ച് ചെയ്യും. CPM ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓഫ്, ഗൂഗിളിനേക്കാളും ഫാസ്റ്റ് ആണ്. പറഞ്ഞു തീരണതിന് മുന്നേ എങ്ങടെ പോണ? ഫ്ലൈറ്റ് പിടിച്ച് എവിടെയെങ്കിലും പോണ്ട. ആ, ഗൂഗിളല്ല, റോക്കറ്റ് വരെ തോറ്റു. ആവശ്യമുള്ള കാര്യത്തിനാണെങ്കിലോ അതും അവിടെ നിൽക്കും. കോസ്റ്റ് പെർ, അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പേ ഫോർ, കണ്ടോ? A pricing model used in digital marketing to measure how much a advertiser pay for every 1000 ad impression. Clear ആയോ? Cost per mile. 1000 മൈൽ ഉദ്ദേശിക്കുന്നത് 1000. 1000 ഇംപ്രഷൻ എത്ര കാശ് എന്നാണ് കാണിക്കുന്നത്. എന്താണ് CPM എന്ന് മനസ്സിലായോ? ഇല്ല. മനസ്സിലായി സാർ. നിങ്ങളൊക്കെ റിപ്ലൈ ചെയ്യൂ. എന്തൊരു സ്ലോ ആണ്. ഞാൻ വീണ്ടും ആഡ്സ് മാനേജറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോ ഇവരുടെ റേറ്റ് എന്ന് പറയുന്നത് 1000 ഇംപ്രഷന് എത്ര കാശ് കൊടുക്കണം? 76. 1000 ഇംപ്രഷനോ? 9.87.